ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ പിറന്നാളാണ്. സെപ്റ്റംബർ 7-ാം തീയതിയായി മമ്മൂക്കയുടെ പിറന്നാൾ ആശംസിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ സമയത്തും അർദ്ധരാത്രി 12 മണി നേരത്തും മമ്മൂക്കയുടെ വീടിൻ്റെ പുറത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ് മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാം ആ വീഡിയോ. കണ്ടില്ലേ ഫ്രണ്ട്സ്? അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഈ 44 വർഷമൊക്കെ ആയിട്ട് മമ്മൂക്കയെ എത്ര വലിയ കടുത്ത ആരാധകനായിട്ട് ഞാൻ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അന്ന് കാലത്ത് ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ വിഷമിച്ചിട്ടുണ്ട്. കുറേ മമ്മൂക്കയെ തകർക്കാൻ പലരും ശ്രമിച്ച സമയത്തൊക്കെ നമ്മൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളെപ്പോലെ കുറച്ച് പേര് മാത്രം മമ്മൂക്കയുടെ കൂടെ. ഇന്ന് ചെറുപ്പക്കാരെ 3-4 എത്ര തലമുറ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പോലും ഇന്ന് വയസ്സായ സ്ത്രീകളും അല്ലെങ്കിൽ എന്താ പറയുക അമ്മമാരും കുട്ടികളൊക്കെ ചെറിയ കുട്ടികളെ പോലും ഒക്കത്ത് വെച്ചുകൊണ്ട് ഇന്ന് മമ്മൂക്കയെ ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ വീടിൻ്റെ പടിക്ക് കാത്തു നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 44 വർഷമായിട്ടും ഈ മമ്മൂക്കയെ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നടൻ അല്ലെങ്കിൽ റോൾ മോഡൽ വേറെ ഇല്ല. കാരണം മമ്മൂക്കയ്ക്ക് കുറേ എന്താ പറയുക വലിയൊരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വലിയൊരു നടനൊന്നും ആയിരുന്നില്ല മമ്മൂക്ക വരുന്ന സമയത്ത്. ആദ്യത്തെ സിനിമകളിലൊക്കെ വരുന്ന സമയത്ത് മമ്മൂക്ക വലിയൊരു നടനൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കഠിനാധ്വാനം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണം, അതിനൊക്കെയുള്ളൊരു തെളിവാണ് മമ്മൂക്കയുടെ വിജയം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഭംഗിയൊന്നും മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഭംഗിയുണ്ട് നല്ല സുന്ദരനാണെന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരുങ്ങി പിടിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് മമ്മൂക്കയുടെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമല്ലോ. വേറൊരു നടൻ്റെ പോലും പേര് പറയും. നല്ല സ്റ്റൈലിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇതുപോലെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്നെ പലരും പറയുന്നത് മമ്മൂക്കയുടെ പോലെ ഉണ്ടല്ലോ എന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഉപമിക്കുക മമ്മൂക്ക. അതായത് 73 വയസ്സുള്ള ആളെ എന്തായാലും സാധാരണഗതിയിൽ എവിടെ ഉപമിക്കില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ 23 വയസ്സായ ആൾ നല്ല സുമുഖനായി വന്ന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മമ്മൂട്ടിയുടെ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ആൾ തൃശ്ശൂരൊക്കെ പറയും മമ്മൂട്ടിയുടെ മാരുണ്ടല്ലോ, ഗംഭീരല്ലോ എന്നാ പറയുമല്ലോ. അപ്പോൾ എല്ലാവരും എവിടെയും മമ്മൂക്കേനെയാണ് പറയുക. അതേപോലെ തന്നെ നമ്മൾ സ്വയം വീഴ്ചകൾ, നമുക്ക് ജീവിതത്തിൽ പല വീഴ്ചകൾക്ക് വരുന്ന സമയത്ത് നമ്മൾ മമ്മൂക്കനാണ് ആലോചിക്കാറുള്ളത്. കാരണം മമ്മൂക്ക ഒരു സമയത്ത് 87 കാലഘട്ടത്തിൽ 1987 കാലത്ത് ഔട്ടായി എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളും എല്ലാവരും താഴ്ത്തിക്കെട്ടി സിനിമാ തിയേറ്ററിൽ പോയി കൂന്നൊരു കാഴ്ചയൊക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ 87 കഴിഞ്ഞ് 97 കഴിഞ്ഞ് 2007 കഴിഞ്ഞു 2017 കഴിഞ്ഞ് 2024 നമ്പർ 1 തന്നെ നിൽക്കുന്നത്. അതാണ് ഡെഡിക്കേഷൻ, അതാണ് ആത്മസമർപ്പണം. അദ്ദേഹം വിചാരിച്ച് ഞാൻ എൻ്റെ കഴിവിനെ തേച്ച് മിനുക്കിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ഇനിയും സൂപ്പറാവാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. ഇവിടെയുള്ള മറ്റുള്ള നടന്മാർ, മറ്റുള്ള മമ്മൂക്കയെ കോമ്പീറ്റ് ചെയ്ത് പറയുന്ന പല നടന്മാരില്ല. ഒരു നടനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പേര് ഞാൻ പറയണില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം ഒരു ബോൺ ആക്ടറാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് പാടാൻ കഴിവുണ്ട്, അദ്ദേഹത്തിന് ആടാൻ കഴിവുണ്ട്. എന്താ പറയുക, മരം ചുറ്റി പ്രേമം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡാൻസ് അറിയാം, ഇതറിയാം എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത മമ്മൂക്ക ഇപ്പോഴും നമ്പർ 1 നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മാത്രമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വീണ് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴും നമ്മളൊക്കെ വിചാരിക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നാലും കുറേ വീഴ്ചകൾ സംഭവിച്ച സമയത്ത് ഞാൻ എപ്പോഴും മമ്മൂക്കയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. നമ്മൾ വീണ്ടും പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആത്മസംയമനം പുലർത്തി വീണ്ടും പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ വിജയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് മമ്മൂക്കയെക്കുറിച്ച് ഇപ്പോഴും പറയാം, അതുപോലെ തന്നെ ഇപ്പോഴും ഓർക്കാൻ തന്നെ കാരണം മമ്മൂക്കയെ നിങ്ങളുടെ ജീവിതത്തിൽ പല വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മമ്മൂക്കയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. കാരണം അദ്ദേഹം ഇതിനെല്ലാം തെളിവാണ്.
അദ്ദേഹം ഇന്ന് നമ്പർ 1 ആയിട്ട് ഏത് രീതിയിലുള്ള വേഷങ്ങൾ നമ്മളൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത വേഷങ്ങൾ കയ്യിലെടുത്ത് അമ്മാനമാടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പണ്ടത്തെ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ പോലെയുള്ള സിനിമകളൊക്കെ കിട്ടും. കൃഷ്ണനൊക്കെ അന്ന് ഗംഭീരം എന്ന് പറഞ്ഞാലും നമുക്ക് ഇന്ന് കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ അമരമായാലും വടക്കം വീരാതെ ഇതൊക്കെ ചരിത്രം സൃഷ്ടിച്ചുള്ള സിനിമകളാണെങ്കിലും ഗംഭീരം എന്ന് പറഞ്ഞാലും, പക്ഷേ നമ്മളിപ്പോഴും ചിലപ്പോൾ ആലോചിക്കുക മമ്മൂക്ക ചിലപ്പോൾ ഇപ്പോൾ ചെയ്ത് ഇതിനും ഗംഭീരമാണെന്ന് വിചാരിക്കുക. അത് മറ്റുള്ളൊരു നടനെ പറ്റില്ല. മറ്റുള്ള നടന്മാരെ പറ്റി നമ്മൾ പുകഴ്ത്തി പറയുന്ന സമയത്ത് അവരുടെ പഴയ സിനിമകൾ കാണാനാണ് പറയില്ല. പക്ഷേ മമ്മൂക്കയുടെ സിനിമകൾ ഇപ്പോഴും നമ്മൾ നമ്പർ 1 ആയിട്ട് കാണാൻ, ഇപ്പോഴത്തെ മമ്മൂക്ക അഭിനയിച്ചാൽ അതിന് സൂപ്പറാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് വേറൊന്നല്ല, മമ്മൂക്കനെ പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ജീവിതം നിങ്ങൾ നോക്കുക. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടാതെ മമ്മൂക്കയ്ക്ക് 73ാം പിറന്നാൾ, അതായത് എന്താ പറയുക, ചിങ്ങമാസത്തിലെ ശരിക്കും പറയാൻ വെച്ചാൽ വിശാഖ നാളിൽ പിറന്നാളാണ്. പക്ഷേ ഇത്തവണ നാൾ വേറെ വന്നു. പക്ഷേ സെപ്റ്റംബർ 7-ാം തീയതിയാണ് നമ്മൾ നോക്കാറുള്ളത്. സെപ്റ്റംബർ 7-ാം തീയതി മമ്മൂക്കയുടെ പിറന്നാളാണ്. മമ്മൂക്കയ്ക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു മമ്മൂക്ക.